നമസ്കാരം. സുവേന്ദു അധികാരിയുടെ ബി.ജെ.പി. ഭരണത്തിൽ മമതയ്ക്ക് കനത്ത തിരിച്ചടി. ഒസ്മാൻ ഹാദി വധക്കേസ് വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. പണിയായത് അമിത്ഷായെക്കുറിച്ചുള്ള വ്യാജ പരാമർശം. ബംഗ്ലാദേശിലെ ജൻസി നേതാവായിരുന്ന ഷെരീഫ് ഒസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ നോക്കിയ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിക്കെതിരെ ഇപ്പോൾ പോലീസ് കൃത്യമായി കേസെടുത്തിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതയുടെ ഭരണം അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറുകയും സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് നിയമവ്യവസ്ഥ ശക്തമായിരിക്കുകയാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും അയൽരാജ്യവുമായുള്ള വിദേശ നയങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ മമത വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കൊൽക്കത്തയിലെ ധർമ്മതലയിൽ വെച്ച് വോട്ട് തട്ടാൻ വേണ്ടി നടത്തിയ ഈ പ്രസ്താവന ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒരേ സമയം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരുന്നത്. കേന്ദ്ര ഭരണകൂടത്തെയും ആഭ്യന്തര മന്ത്രിക്കെതിരെയും അന്താരാഷ്ട്ര തലത്തിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കാൻ നോക്കിയ മമതയ്ക്ക് സുവേന്ദു അധികാരിയുടെ ഭരണത്തിന് കീഴിൽ നിയമപരമായി തന്നെ നല്ല ഒന്നാന്തരം തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ വധക്കേസ് ഒതുക്കാൻ ആവശ്യപ്പെട്ടു എന്ന തികച്ചും വിചിത്രവും അവിശ്വസനീയവുമായ ആരോപണമാണ് മമതാ ബാനർജി പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞത്. ഭാരതത്തിന്റെ വിദേശ നയങ്ങളെ എപ്പോഴും ശക്തമായി വിമർശിച്ചിരുന്ന ബംഗ്ലാദേശിലെ ഇൻക്വിലാബ് മഞ്ച് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ കൺവീനറായ ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദി കൊല്ലപ്പെട്ട കേസാണിത്. 2024 അവിടെ തന്നെ നടന്ന വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ശ്രദ്ധേയനായ വ്യക്തി കൂടിയായിരുന്നു ഇയാൾ. ഈ കേസിൽ പശ്ചിമ ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ബംഗ്ലാദേശി കൊലയാളികളെ കൃത്യമായി പൊക്കിയപ്പോഴാണ് അമിത്ഷാ തന്നെ വിളിച്ച് കേസൊതുക്കാൻ പറഞ്ഞു എന്ന തരത്തിലുള്ള വ്യാജ കഥയുമായി മമത രംഗത്തിറങ്ങിയത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരുന്ന് ഇത്തരത്തിൽ യാതൊരു തെളിവുമില്ലാതെ നുണപ്രചാരണങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ മര്യാദകളുടെ ലംഘനം തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ബംഗാളിൽ ഭരണം മാറിയതോടെ ഇത്തരം കള്ളക്കളികൾക്കൊന്നും യാതൊരു രക്ഷയുമില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് സുവേന്ദു അധികാരിയുടെ പോലീസ് മമതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് കളിച്ചതെന്നും ഇതിനായി ആരെയാണ് ഉപയോഗിച്ചതെന്നും തനിക്ക് വ്യക്തമായി അറിയാമെന്നായിരുന്നു മമതയുടെ അടുത്ത അവകാശവാദം. എന്നാൽ ആ പേരുകൾ ഇപ്പോൾ പുറത്തുവിട്ടാൽ ബംഗ്ലാദേശിൽ വീണ്ടും വലിയ അശാന്തിയും ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് താൻ അത് പറയുന്നില്ല എന്ന രീതിയിലുള്ള വലിയൊരു അടവും അവർ തന്റെ പ്രസംഗത്തിൽ ഇറക്കിയിരുന്നു. സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി അയൽരാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെ പോലും വലിച്ചു കീറുന്ന മമതയുടെ അപകടകരമായ പ്രസ്താവന പുറത്തു വന്നതോടെ ബംഗ്ലാദേശിൽ ഭാരതവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ചില തീവ്ര സംഘടനകൾക്ക് ഇത് നല്ലൊരു ആയുധമായി മാറുകയും ചെയ്തു. രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങളെക്കാൾ സ്വന്തം വോട്ട് ബാങ്ക് മാത്രം നോക്കുന്ന പ്രാദേശിക കക്ഷികളുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇതിലൂടെ പുറത്തു വന്നിരുന്നത്. പഴയതുപോലെ പോലീസിനെ ഉപയോഗിച്ച് കേസുകൾ ഒതുക്കാൻ മമതയ്ക്ക് സാധിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടി. പക്ഷേ മമതയുടെ ഈ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളെ തികഞ്ഞ അവജ്ഞയോടെയാണ് ബംഗ്ലാദേശ് സർക്കാർ തള്ളിക്കളഞ്ഞത്. അയൽരാജ്യത്തെ ഒരു പ്രാദേശിക നേതാവ് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ലക്ഷ്യമിട്ട് നടത്തിയ ഇങ്ങനെയുള്ള പ്രസ്താവനകൾക്ക് തങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ സഹമന്ത്രി ഷെമ ഉബൈദ് വളരെ തന്ത്രപരമായി വ്യക്തമാക്കി. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ വരെ മമതയുടെ നാടകം പൊളിഞ്ഞു പാളീസായി. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതിനും ശക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ മമതയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും രാജ്യത്തിന്റെ അന്തസ്സ് കെടുത്താനും നോക്കുന്നവർക്ക് സുവേന്ദു അധികാരിയുടെ ഭരണത്തിൽ നിയമത്തിന് മുന്നിൽ അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്നത് ഉറപ്പാണ്. കൊൽക്കത്തയിലെ ധർമ്മതലയിൽ നടന്ന ആ റാലി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മമതാ ബാനർജി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വലിയ നാടകമായിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ ഒടുവിൽ വലിയ നിയമക്കുരുക്കിലേക്കാണ് അവരെ എത്തിച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യൻ നേതാവ് പരസ്യമായി വിദേശകാര്യങ്ങളിൽ ഇടപെടുകയും അയൽരാജ്യത്തിന്റെ ആഭ്യന്തര അശാന്തിക്ക് കാരണമാവുകയും ചെയ്യുന്ന പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് നമ്മുടെ വിദേശ നയങ്ങൾക്ക് വലിയ കോട്ടമാണ് ഉണ്ടാക്കുന്നത്. ധർമ്മതലയിലെ പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജ കഥകൾ ചമയ്ക്കാനുമാണ് മമത ശ്രമിച്ചത്. എന്നാൽ ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിന്റെ ഈ രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് വോട്ടിലൂടെ മറുപടി നൽകുകയും ബി.ജെ.പി. അധികാരത്തിലേറ്റുകയും ചെയ്തു. ബംഗ്ലാദേശിൽ സമീപകാലത്ത് നടന്ന
രാഷ്ട്രീയ അട്ടിമറികളുടെയും പ്രക്ഷോഭങ്ങളുടെയും മുന്നിൽ നിന്ന് ഇൻഖിലാബാദ് മഞ്ച് എന്ന തീവ്ര വിദ്യാർത്ഥി സംഘടനയുടെ കൺവീനറായിരുന്നു ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദി. ഇന്ത്യക്കെതിരെ നിരന്തരം വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ നടത്തിയിരുന്ന ഇയാൾ ബംഗ്ലാദേശിലെ ഭാരത വിരുദ്ധ വികാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു. 2024 ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ അക്രമ സമരങ്ങൾക്ക് പിന്നിൽ ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇത്തരമൊരു വ്യക്തി പശ്ചിമ ബംഗാളിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ പിന്നിലെ യഥാർത്ഥ കൊലയാളികളെയും അന്താരാഷ്ട്ര ഗൂഢാലോചനകളെയും പുറത്തു കൊണ്ടുവരുന്നതിന് പകരം അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനാണ് മമതാ ബാനർജിയും അവരുടെ തൃണമൂൽ കോൺഗ്രസും ശ്രമിച്ചത്. മമതയുടെ ഭരണകാലത്ത് പശ്ചിമ ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പ്രതികളെ പിടികൂടിയപ്പോൾ മുതൽ ഈ കേസ് അട്ടിമറിക്കാൻ വലിയ ശ്രമങ്ങളാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ കടുത്ത നിലപാടുകൾ കാരണം കേസ് അട്ടിമറിക്കാനുള്ള തൃണമൂൽ നീക്കങ്ങൾ പാടെ തകർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ വധക്കേസ് ഒതുക്കി തീർക്കാൻ ആവശ്യപ്പെട്ടു എന്ന മമതയുടെ ആരോപണം അങ്ങേയറ്റം പരിഹാസ്യമാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ അങ്ങേയറ്റം ശക്തമായി കൈകാര്യം ചെയ്യുന്ന, തീവ്രവാദത്തോടും രാജ്യവിരുദ്ധ ശക്തികളോടും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു നേതാവാണ് അമിത്ഷാ. അദ്ദേഹത്തിന് ഈ വധക്കേസ് ഒതുക്കാൻ ആവശ്യപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പശ്ചിമ ബംഗാൾ തങ്ങളുടെ ഭരണകാലത്ത് വിദേശ കുറ്റവാളികളുടെയും തീവ്രവാദികളുടെയും സുരക്ഷിത താവളമായി മാറിയിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് ഈ പ്രസംഗത്തിലൂടെ അവർ ശ്രമിച്ചത്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായതോടെ ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ബംഗ്ലാദേശി കൊലയാളികൾ പശ്ചിമ ബംഗാളിൽ വന്ന് ഇത്രയും വലിയൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടും അന്നത്തെ തൃണമൂൽ സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗം എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് മമതയ്ക്ക് മറുപടിയില്ല. സ്വന്തം പരാജയങ്ങൾ ഒളിച്ചുവെക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രിമാരുടെ പേര് വലിച്ചിഴയ്ക്കുന്നത് മമതാ ബാനർജിയുടെ സ്ഥിരം ശൈലി കൂടിയാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നും അതിനായി ആരെയാണ് ഉപയോഗിച്ചതെന്നും തനിക്ക് കൃത്യമായി അറിയാമെന്ന് പറയുന്ന മമത എന്തുകൊണ്ടാണ് ആ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാത്തത്? പേരുകൾ വെളിപ്പെടുത്തിയാൽ ബംഗ്ലാദേശിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മമതയുടെ വാദം തികച്ചും വിചിത്രമാണ്. രാജ്യത്തെ നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മമതാ ബാനർജിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിലെ ചില ഭാരത വിരുദ്ധ സംഘടനകൾ തെരുവിലിറങ്ങുകയും ഭാരതത്തിനെതിരെ വലിയ രീതിയിൽ കുപ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ ഭാരത സർക്കാരിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ദുഷ്പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളെയും സുരക്ഷയെയും എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന് മമത ചിന്തിച്ചില്ല. സ്വന്തം വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി രാജ്യത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിക്കുന്ന രാഷ്ട്രീയമാണ് തൃണമൂൽ കോൺഗ്രസ് കാലാകാലങ്ങളായി ബംഗാളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കേസ്. എന്നാൽ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇത്തരം ദേശവിരുദ്ധ നീക്കങ്ങൾക്ക് ശക്തമായ പൂട്ട് വീണിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിച്ച നിലപാട് മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അയൽ രാജ്യത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് തട്ടാൻ വേണ്ടി നടത്തുന്ന വെറും തരംതാണ പ്രസ്താവനയായിട്ടാണ് ബംഗ്ലാദേശ് വിദേശ സഹമന്ത്രി ഷമാ ഉബൈദ് ഇതിനെ വിശേഷിപ്പിച്ചത്. മമതയുടെ വാക്കുകൾക്ക് തങ്ങൾ അമിത പ്രാധാന്യം നൽകുന്നില്ലെന്ന് വ്യക്തമാക്കിയതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തൃണമൂലിന്റെ കള്ളപ്രചാരണങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞു വീണിരിക്കുകയാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര നയതന്ത്രങ്ങളെ പോലും ദുരുപയോഗം ചെയ്ത മമതാ ബാനർജിക്ക് ഇതൊരു വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു. സുവേന്ദു അധികാരി ഭരണത്തിലേറിയതോടെ അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തി സുരക്ഷയും ബന്ധങ്ങളും മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ശക്തമായ നീക്കങ്ങളാണ് സംസ്ഥാനം നടത്തുന്നത്. രാജ്യസുരക്ഷയെയും വിദേശ നയങ്ങളെയും ബാധിക്കുന്ന സുപ്രധാന വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ യാതൊരു തെളിവുമില്ലാതെ വ്യാജ ആരോപണം ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മമതയ്ക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദേശീയ നേതാക്കളെയും കേന്ദ്ര ഭരണകൂടത്തെയും ബോധപൂർവം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് നിയമത്തിന് മുന്നിൽ യാതൊരുവിധ ഇളവുകളും ലഭിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോലീസ് നടപടി. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ഇന്ന് തൃണമൂലിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും രാജ്യവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ ചിന്തിക്കുകയും BJP അധികാരത്തിലേറ്റുകയും ചെയ്തതിന്റെ തെളിവാണ് ഇത്തരം കേസുകൾക്ക് ലഭിക്കുന്ന വൻ ജനപിന്തുണ. പശ്ചിമ ബംഗാളിൽ മമതയുടെ ഭരണകാലത്ത് കാലാകാലങ്ങളായി തുടർന്നിരുന്ന രാഷ്ട്രീയ അക്രമങ്ങൾക്കും അഴിമതികൾക്കും അറുതി വരുത്താനാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മുൻഗണന നൽകുന്നത്. കേന്ദ്ര ഭരണകൂടം പശ്ചിമ ബംഗാളിന്റെ വികസനത്തിനായി നൽകുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നതും സംസ്ഥാനത്ത് വ്യവസായങ്ങൾ തകരുന്നതും മറച്ചുവെക്കാൻ മമതാ ബാനർജി എപ്പോഴും ഇത്തരം വർഗീയ
വർഗീയ ദേശവിരുദ്ധ വിവാദങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാറുണ്ടായിരുന്നു. അമിത്ഷായെ പോലുള്ള ശക്തനായ ഒരു നേതാവിനെതിരെ നുണപ്രചാരണം നടത്തിയാൽ വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുമെന്നും അതിലൂടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാമെന്നുമാണ് മമത കരുതിയത്. എന്നാൽ നിയമം അതിന്റെ വഴിക്കാണ് നീങ്ങുന്നത് എന്ന് തെളിയിച്ചുകൊണ്ടാണ് പുതിയ BJP സർക്കാരിന് കീഴിൽ ഇപ്പോൾ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ദേശീയതയും രാജ്യത്തിന്റെ അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിക്കെതിരെയും ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാരും പശ്ചിമ ബംഗാളിലെ സുവേന്ദു അധികാരി സർക്കാരും മുന്നോട്ടു പോകും. മമതാ ബാനർജി തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് റേഷൻ കാർഡും വോട്ടവകാശവും നൽകി അവരെ സ്വന്തം വോട്ട് ബാങ്കാക്കി മാറ്റിയ തൃണമൂലിന്റെ തന്ത്രങ്ങൾ ബംഗാളിലെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തൃണമൂലിനെ തൂത്തെറിഞ്ഞത്. ഈ കേസ് അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇതിന് പിന്നിലെ ഗൂഢാലോചനകൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ വിവാദങ്ങളിലൂടെ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ അപമാനിക്കാൻ ശ്രമിച്ച മമതാ ബാനർജി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നാണ് ഭരണകക്ഷിയായ BJP ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച മമത പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണം. നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ തൃണമൂലിന്റെ രാഷ്ട്രീയ സാമ്രാജ്യം തകരുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ബംഗാളിൽ കാണാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും മുൻനിർത്തി ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സുവേന്ദു അധികാരി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഒരു വിദേശ രാജ്യത്തെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയുടെ കൊലപാതകത്തിൽ മുൻ തൃണമൂൽ സർക്കാരിന്റെ അവരുടെ പോലീസിന്റെ പങ്ക് എന്താണ് എന്നതാണ്. അന്ന് പശ്ചിമ ബംഗാൾ പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഭരണകക്ഷിയുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. അമിത്ഷാ തന്നെ നേരിട്ട് വിളിച്ച് കേസൊതുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് മമത പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സുതാര്യമായ അന്വേഷണത്തെ ഭയപ്പെട്ടിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കാരണം കേന്ദ്ര ഏജൻസികൾ ഈ കേസ് ഏറ്റെടുത്താൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് അന്താരാഷ്ട്ര തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം പുറത്തുവരുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഷെരീഫ് ഒസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകം വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അട്ടിമറിയെ തുടർന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പല വിഘടനവാദികളും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ ഭരണകാലത്ത് സുരക്ഷിതമായി കഴിഞ്ഞിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കാൻ മമതാ ബാനർജി നടത്തിയ ശ്രമം അവരുടെ രാഷ്ട്രീയ പാപ്പത്വമാണ് കാണിക്കുന്നത്. രാജ്യ സുരക്ഷയേക്കാൾ വലുതാണ് തനിക്ക് വോട്ട് ബാങ്ക് എന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ധർമ്മതലയിലെ വേദിയിൽ വെച്ച് അവർ നടത്തിയ ഓരോ പ്രസ്താവനയും രാജ്യദ്രോഹപരമായ നിലപാടുകൾക്ക് തുല്യമാണ്. എന്നാൽ ഇന്ന് സുവേന്ദു അധികാരിയുടെ ഭരണം അത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ താവളങ്ങൾ ഒന്നൊന്നായി തകർക്കുകയാണ്. അമിത്ഷയ്ക്കെതിരെ ഉന്നയിച്ച ഈ വ്യാജ ആരോപണം നിയമപരമായി മമതയ്ക്ക് വലിയ തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ്. ഭാരതീയ ന്യായ സംഹിതയിലെയും രാജ്യസുരക്ഷാ നിയമങ്ങളിലെയും വിവിധ കടുത്ത വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേന്ദ്ര മന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകളില്ലാതെ ഇത്തരം ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് ഭരണഘടനാ വിരുദ്ധം കൂടിയാണ്. പശ്ചിമ ബംഗാൾ BJP നേതൃത്വവും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മമതാ ബാനർജിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ബംഗാളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബംഗ്ലാദേശിലെ ജനവികാരം ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാൻ മമതാ ബാനർജി ബോധപൂർവം ശ്രമിച്ചു എന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ അനുയായികൾ മമതയുടെ പ്രസ്താവനയെ തുടർന്ന് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിൽ നടത്തിയിരുന്നു. ഇത് നമ്മുടെ അതിർത്തി സുരക്ഷയെ പോലും അപകടത്തിലാക്കുന്ന ഒന്നാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി തന്നെ ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ അന്തസ്സിനെ തന്നെയാണ് ബാധിക്കുന്നത്. എന്നാൽ ബംഗ്ലാദേശ് വിദേശകാര്യ സഹമന്ത്രി ഷമ ഉബൈദിന്റെ കൃത്യമായ പ്രതികരണത്തിലൂടെ മമതയുടെ അന്താരാഷ്ട്ര കള്ളക്കളി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. പുതിയ BJP സർക്കാർ വന്നതോടെ ബംഗാളിന്റെ അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തിനെതിരെ ബംഗാളിലെ ജനങ്ങൾ പരസ്യമായി രംഗത്തിറങ്ങുകയും മാറ്റം കൊണ്ടുവരികയും ചെയ്ത ഒരു സമയമാണിത്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ മമതാ ബാനർജി എപ്പോഴും ഇത്തരം വിദേശ വിഷയങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള തർക്കങ്ങളോ വലിച്ചിടാറുണ്ട്. അമിത്ഷായുടെ ശക്തമായ നേതൃത്വത്തിൽ ഭാരതം കൈവരിക്കുന്ന സുരക്ഷാ മുന്നേറ്റങ്ങളെ അംഗീകരിക്കാൻ തൃണമൂലിന് സാധിക്കുന്നില്ല. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുപോലെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും മമതാ ബാനർജി എതിർത്തിട്ടുണ്ട്.
അതിന്റെ തുടർച്ച തന്നെയാണ് ഈ കേസിലും കാണാൻ സാധിക്കുന്നത്. എന്നാൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ കേന്ദ്രവുമായി ചേർന്ന് ബംഗാളിനെ വികസനത്തിന്റെ പാതയിലേക്കാണ് നയിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കെതിരെ വ്യാജ കഥകൾ ചമച്ചവർക്ക് നിയമത്തിന് മുന്നിൽ അർഹമായ ശിക്ഷ തന്നെ ലഭിക്കും. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. മമതാ ബാനർജിയുടെ തരംതാണ രാഷ്ട്രീയ നാടകങ്ങൾ ഇനി ബംഗാളിൽ വിലപ്പോവില്ല എന്ന് സുവേന്ദു അധികാരിയുടെ ശക്തമായ ഭരണത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. നുണപ്രചാരണങ്ങൾ നടത്തി രക്ഷപ്പെടാൻ നോക്കുന്ന തൃണമൂലിന്റെ തന്ത്രങ്ങൾക്കിനി ബംഗാളിന്റെ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.